ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 12:30 സൂപ്പർ പോരാട്ടം. PSG-യും ചെൽസിയും ഏറ്റുമുട്ടുന്നു. യൂറോപ്യൻ ഫൈനൽ, ഇംഗ്ലീഷ് ഫ്രഞ്ച് ഫേസ് ഓഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് PSG, നിലവിലെ കോൺഫറൻസ് ലീഗ് ജേതാക്കളാണ് ചെൽസി. അങ്ങനെയുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ മുൻതൂക്കം PSG-ക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയ്ക്കും മാസ്മരികമായുള്ള ഒരു പ്രകടനമാണ് PSG കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി അതിനുശേഷം ഇപ്പം ഈ ഒരു ടൂർണമെന്റിൽ ക്ലബ്ബ് വേൾഡ് കപ്പിലും വമ്പന്മാരെ എല്ലാം മലർത്തിയടിച്ചാണ് ഇപ്പം PSG ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. സെമിയിൽ റയൽ മാഡ്രിഡിനെ 4-0 നിലംപരിശാക്കി. ക്വാർട്ടറിൽ ബയേൺ മ്യൂണിക്കിനെ 2-0 തോൽപ്പിച്ചു. പ്രീ ക്വാർട്ടറിൽ മെസ്സിയുടെ ഇന്റർ മയാമിയെ 4-0 തകർത്തു. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ 4-0 തോൽപ്പിക്കാൻ PSG-ക്ക് സാധിച്ചു. അപ്പൊ അത്രയും ആധികാരികമായ പ്രകടനങ്ങളെല്ലാം പുറത്തെടുത്താണ് ഇപ്പം ഫൈനൽ വരെ PSG എത്തിയിരിക്കുന്നത്. ചെൽസിയുടെയും പെർഫോമൻസ് മോശമായിരുന്നില്ല, മികച്ച രീതിയിൽ തന്നെ അവരും മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ സെമി പോരാട്ടത്തിൽ ഫ്ലുമിനൻസെ 2-0 എൻസോ മറസ്കയുടെ ടീം തോൽപ്പിച്ചത്. അപ്പൊ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡ് തമ്മിലുള്ള ഒരു ബാറ്റിലായിരിക്കും പ്രധാനമായും നടക്കാൻ പോകുന്നത്. കാരണം PSG-യുടെ മിഡ്ഫീൽഡ് നമുക്കറിയാം, മാസ്മരികമായ മിഡ്ഫീൽഡാണ്. ഫാബിയാൻ റൂയിസ്, വിറ്റീനിയ, ജാവോ നെവസ്. അപ്പൊ ഇവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ചെൽസിയുടെ ഒരു പ്രധാന ദൗത്യം. ആ ഒരു ദൗത്യം എൻസോ ഫെർണാണ്ടസിനും കൈസദോയ്ക്കുമായിരിക്കും. കൈസദോ പരിക്കൊക്കെ മാറി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ട്രെയിനിങ് ഒക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. കൈസദോയുടെ ഒരു സാന്നിധ്യം വളരെ പ്രധാനമായിരിക്കും ചെൽസിയെ സംബന്ധിച്ച്. കാരണം PSG-യെ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചെൽസിക്ക് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം PSG-യെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത്രയ്ക്കും ഫ്രീ ഫ്ലോയുടെ അറ്റാക്ക് നടത്തുന്ന ഒരു ടീമാണ് PSG. എല്ലാ താരങ്ങളും ഒത്തൊരുമിച്ച് ഒരേപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. ഡിഫൻസ് ആണെങ്കിലും അറ്റാക്ക് ആണെങ്കിലും മിഡ് ആണെങ്കിലും ഒരുപോലെ മികവുണ്ട് എന്നുള്ളതാണ് PSG-യുടെ ഒരു പ്രധാന ഹൈലൈറ്റ്. അപ്പൊ PSG-യെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഹെർക്യൂലിനായ ഒരു ടാസ്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ എന്തായാലും മിഡ്ഫീൽഡ് നല്ലൊരു എൻകൗണ്ടർ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ, അതായത് ഒരു 30 മിനിറ്റോളം ചെൽസിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. കാരണം PSG-യുടെ ആ ഒരു തുടക്കത്തിലുള്ള നീക്കങ്ങളെ ഒരു പരിധിവരെ തടയിടാൻ സാധിച്ചാൽ ഗെയിം കുറച്ചും കൂടെ ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് PSG കുറച്ചുകൂടെ പ്രെഡിക്റ്റബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ ചെൽസിക്ക് കാര്യങ്ങൾ എളുപ്പമാവും. നമ്മൾ ബയേൺ മ്യൂണിക്കും PSG-യും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം കണ്ടിരുന്നു. ആദ്യത്തെ ഒരു 30-40 മിനിറ്റോളം ബയേൺ മ്യൂണിക്ക് നല്ല രീതിയിൽ PSG-യെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയോടുള്ള ഒരു പെർഫോമൻസ് ആണ് ചെൽസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അത് വലിയൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് മനോഹരമായ രീതിയിലുള്ള പ്രകടനമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫുട്ബോളാണ് നിലവിൽ PSG കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രസ്സിംഗ് ആണെങ്കിലും ഹൈ പ്രസ്സിംഗ് ആണെങ്കിലും, അതുകൂടാതെ അവരുടെ ആ ഒരു ഫ്രീ ഫ്ലോയുള്ള അറ്റാക്കിംഗ് സ്റ്റൈൽ എല്ലാം ലോകോത്തരമാണ്. അപ്പൊ അതിനെ തടയിടുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. പിന്നെ 11ലേക്ക് വരികയാണെങ്കിൽ PSG-യുടെ 11, അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ സ്റ്റാർട്ടിംഗ് 11-ൽ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പാച്ചോയുടെ സസ്പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൂക്കാസ് ബെറാൾഡോ ആയിരിക്കും സെൻട്രൽ ബാക്ക് ആയിട്ട് മാർക്കിന്യോസിനൊപ്പം ഇറങ്ങുക. ബാക്കി മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. ഡെംബലെയും ഒക്കെ മുന്നേറ്റ നിരയിൽ നിലയുറപ്പിച്ച് സ്റ്റാർട്ടിംഗ് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ചെൽസി ആരാധകരെല്ലാം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ടിംഗ് 11-ൽ ആര് ഇറങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനലിൽ ഫ്ലുമിനൻസെക്കെതിരെ ജാവോ പെദ്രോ ഇരട്ട ഗോളുകളൊക്കെ നേടി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത്. ശരിക്കും വരവറിയിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു പെദ്രോയുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ പെദ്രോ തന്നെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങുമോ, ലിയാം ഡിലാപ്പ് തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ലിയാം ഡിലാപ്പിനെ പരീക്ഷിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. പക്ഷെ നിലവിലെ ഒരു ഫോമൊക്കെ വെച്ച്, അത് മാത്രമല്ല ഒരു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ജാവോ പെദ്രോയെ തന്നെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ വേണമെങ്കിൽ വിങ്ങറായിട്ടും ജാവോ പെദ്രോയെ ഇറക്കി ലിയാം ഡിലാപ്പിനെ വേണമെങ്കിൽ സ്ട്രൈക്കറായിട്ട് പരീക്ഷിക്കാനുള്ള ഒരു ഓപ്ഷനും എൻസോ മറസ്കയ്ക്ക് മുമ്പിലുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഡിഫൻസിൽ ലെവി കോൾവിൽ സെൻട്രൽ ബാക്കായിട്ട് തിരിച്ചെത്തുന്നു എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ചെൽസിയെ സംബന്ധിച്ച്. കഴിഞ്ഞ മത്സരത്തിൽ ടോസിനായിരുന്നു കളിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ രണ്ട് ടീമുകളെയും കുറിച്ച് പറയാനുള്ളത്. നമുക്കൊരു വലിയ പ്രഡിക്ഷൻ അല്ല, എന്നിരുന്നാൽ പോലും നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാവർക്കും ഉറപ്പായിട്ടും അത് പറയാൻ സാധിക്കും. കാരണം PSG-യെ തടയിടുക എന്നുള്ളത് വലിയ ഒരു ദൗത്യം തന്നെയാണ് ചെൽസിയെ സംബന്ധിച്ച്. ആ ഒരു ദൗത്യത്തിൽ ചെൽസി വിജയിക്കുകയാണെങ്കിൽ അത്
ഒരു മിറാക്കിളായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഓൾറെഡി ഇപ്പം റീസ് ജെയിംസ് ചെൽസിയുടെ ക്യാപ്റ്റൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പല ഫേവറിറ്റുകളും ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഫൈനലിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ എഴുതി തള്ളേണ്ട, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് റീസ് ജെയിംസ് നൽകിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ആവേശകരമായ പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്, ഒരു ഏകപക്ഷീയമായ മത്സരമല്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? PSG-യെ തടയിടാൻ, PSG-യുടെ മാസ്മരികമായ ഫുട്ബോളിന് കൂച്ചുവിലങ്ങിടാൻ ചെൽസിക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.